58 ലോക്സഭാ സീറ്റുകളിലേക്ക് 8 സംസ്ഥാനങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ആദ്യ മണിക്കൂറിൽ തന്നെ 10% മേളിലേക്ക് പോളിംഗ് ഉയരുന്നു. ഒപ്പം തന്നെ BJP കേന്ദ്രങ്ങളിൽ ശക്തമായ രീതിയിലുള്ള പോളിംഗുകളാണ്. BJPയുടെ കേന്ദ്രങ്ങളിൽ നിന്നും ശക്തമായ രീതിയിലുള്ള വോട്ടർമാർ എത്തിത്തുടങ്ങുന്നു. ശക്തമായ വോട്ടിംഗ് എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതിനിടയിൽ ആം ആദ്മി പാർട്ടി ഒരു വലിയ ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങളുടെ വോട്ടർമാരെ തടയുന്നു, അതുപോലെ തന്നെ വോട്ടിംഗ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നു എന്നൊരു പരാതി ലഫ്റ്റനന്റ് ഗവർണർക്ക് നൽകിയതായിട്ടാണ് പുറത്തുവരുന്ന വിവരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ദില്ലിയിൽ 7, ഹരിയാനയിൽ 8, ബംഗാളിൽ 8, ഉത്തർപ്രദേശിൽ 14 സീറ്റുകൾ, ജാർഖണ്ഡിൽ 4, ബീഹാറിൽ 8 സീറ്റുകൾ, ജമ്മു കാശ്മീരിൽ 1, ഒഡീഷയിൽ 6 എന്നിവിടങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഹരിയാനയിലും ദില്ലിയിലും ഒറ്റഘട്ടമായി പൂർണ്ണമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പാണ്. 7, 10 എല്ലാവരും ഉറ്റുനോക്കുന്നതും ദില്ലി തന്നെയാണ്. ദില്ലിയിൽ ഇത്തവണ ആം ആദ്മിയും കോൺഗ്രസും ചേർന്ന് സംയുക്തമായ ഒരു അലയൻസ് ആയിട്ടാണ് അവർ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഹരിയാനയെ സംബന്ധിച്ച് BJP കഴിഞ്ഞ തവണ 10ൽ 10 നേടിയ ഇടമാണ്. അവിടെ സീറ്റ് കുറയുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്നു. ഏതായാലും ശക്തമായ പോളിംഗ്. അതിനിടയിൽ പശ്ചിമ ബംഗാളിൽ ചില ബൂത്തുകളിൽ സംഘർഷമുണ്ടായതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നു. കാരണം ബംഗാളിലെ തെരഞ്ഞെടുപ്പ് എല്ലാ കാലത്തും അക്രമങ്ങളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടാകാറുണ്ട്. ഏതായാലും അങ്ങനെ ചില വാർത്തകളും പുറത്ത് വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.